അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് 11.5 ലക്ഷം രൂപ കണ്ടെത്തി. 5 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. ബാബുവിന് കേരളത്തിനകത്തും പുറത്തും അനധികൃത സ്വത്തെന്ന് വിജിലൻസ് എഫ്ഐആർ. പകപോക്കലെന്ന് കെ ബാബു. ക്ഷേത്രങ്ങളിലെ RSS ശാഖകൾക്കെതിരെ കോടിയേരി ബാലകൃഷ്ണൻ. RSS ശാഖ നടത്തിയാൽ ക്ഷേത്രങ്ങളിൽ CPM വോളണ്ടിയർമാർ പരിശീലനം നടത്തും. ഇതിനെ തടയാൻ RSSന് കഴിയില്ലെന്നും CPM സെക്രട്ടറി. നിലവിളക്ക് മതചിഹ്നമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ചടങ്ങുകളിൽ നിലവിളക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. 100 ദിവസം കൊണ്ട് സർക്കാരിന്റെ ദിശ മനസ്സിലാക്കാനാകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 5 വർഷത്തിനകം എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകാൻ പദ്ധതി. മലപ്പുറത്ത് പിഞ്ചുകുഞ്ഞിനെ തെരുവുപട്ടി ആക്രമിച്ചു. പരിക്കേറ്റത് ചെമ്മങ്കടവ് മുഹമ്മദ് റിയാദിന്റെ 11 മാസമായ മകൾക്ക്. മുഖത്ത് സാരമായി പരിക്കേറ്റ കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 11.30 ലക്ഷം രൂപ കണ്ടെത്തി. 1 ലക്ഷം രൂപ ബാബുവിന്റെ വീട്ടിൽ നിന്നും 3.5 ലക്ഷം രൂപ ബാബുവിന്റെ മകളുടെ വീട്ടിൽ നിന്നും 6 ലക്ഷം രൂപ ബിനാമി എന്ന് വിജിലൻസ് പറയുന്ന മോഹനന്റെ വീട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയത്. വിജിലൻസ് പരിശോധനയുടെ ഭാഗമായി ബാബുവിന്റെയും ഭാര്യയുടെയും ഉൾപ്പെടെ 5 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. മക്കളുടെ 2 ലോക്കറുകളും പരിശോധിക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ബാബുവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് അറിയിച്ചു. കെ ബാബുവിന് കേരളത്തിനകത്തും പുറത്തും അനധികൃത സ്വത്തുണ്ടെന്ന് വിജിലൻസ് എഫ്ഐആർ. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിലാണ് ഈ വിവരമുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബുവിനെ 1-ാം പ്രതി ചേർത്താണ് എഫ്ഐആർ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ബാബുറാം, തൃപ്പൂണിത്തുറയിലെ റോയൽ ബേക്കേഴ്സ് ഉടമ മോഹൻ എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. ഈ 2 പേരുമായി കെ ബാബുവിന് ഇടപാടുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും മുൻമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് എഫ്ഐആറിൽ പറയുന്നു. മകളുടെ ഭർത്തൃപിതാവിന്റെ പേരിൽ 45 ലക്ഷം രൂപയുടെ കാർ വാങ്ങി. പിന്നീട് ബാർ കോഴ ആരോപണം വന്നപ്പോൾ ഈ കാറ് വിറ്റതായും എഫ്ഐആറിലുണ്ട്. തേനിയിൽ 120 ഏക്കർ തോട്ടം വാങ്ങി. പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുമായി ഇടപാടുണ്ടാക്കി. ആയുർവേദ സ്റ്റീൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടാക്കിയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട്. മീഡിയ 1 കൊച്ചി. വിജിലൻസ് റിപ്പോർട്ടിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻമന്ത്രി കെ ബാബു. തന്റെ വീട്ടിൽ ഇന്ന് നടന്ന റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ്. ടാക്സ് റിട്ടേണിൽ പറയാത്ത സ്വത്ത് തനിക്കുണ്ടെന്ന് തെളിയിച്ചാൽ അത് സർക്കാരിന് കൈമാറാമെന്നും ബിനാമികളെന്ന് പറയുന്നവരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ബാബു പറഞ്ഞു. 8 മണിക്കൂർ നീണ്ടുനിന്ന വിജിലൻസ് റെയ്ഡിനോട് പൂർണ്ണമായും സഹകരിച്ച ശേഷമാണ് കെ ബാബു മാധ്യമങ്ങളെ കണ്ടത്. വിജിലൻസിന്റെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബാബു അക്കമിട്ട് എതിർത്തു. മന്ത്രിയായ പീരീഡ് ആ കാലഘട്ടത്തിലോ അതിനു മുമ്പോ ഞാൻ ഒരു തരത്തിലുള്ള സ്വത്തും സ്വന്തമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണ്. ബിനാമികളാണെന്ന് പറയുന്നവരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ബാബു പറഞ്ഞു. എൻ്റെ ബിനാമിയായിട്ട് പറഞ്ഞപ്പോൾ ഒരു റോയൽ ബാറ്ററി മോഹൻ, സത്യത്തിൽ എനിക്ക് ആ പുള്ളിനെ അറിയുകയും ചെയ്യില്ല. അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലുണ്ട്. കൃത്യമായി ടാക്സ് റിട്ടേൺ നൽകുന്നയാളാണ് താൻ. കണക്കിൽപ്പെടാത്ത സ്വത്തുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് സർക്കാരിന് നൽകാമെന്നും ബാബു പറഞ്ഞു. ഞാൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്വത്തുവകകൾക്ക് പുറമെ എന്ത് സ്വത്തുവകകളുണ്ടെങ്കിലും അത് വേണമെങ്കിൽ സർക്കാരിലേക്ക് എഴുതി കൊടുക്കും. രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞുവെങ്കിലും വിജിലൻസിന്റെ നീക്കത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ബാബുവിന്റെ തീരുമാനം. ടോബി ജോൺസൺ, മീഡിയ 1 കൊച്ചി. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ. ശ്രീ മുഹമ്മദ് റിയാസ്, CPM നേതാവ്, കോഴിക്കോട് സ്റ്റുഡിയോയിലെത്തും. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ BRM ഷഫീർ തിരുവനന്തപുരം ബ്യൂറോയിലുണ്ട്. ഇപ്പോൾ ശ്രീ VM രാധാകൃഷ്ണൻ, ബാർ ഉടമയും വ്യവസായിയുമായ അദ്ദേഹം പാലക്കാട് സ്റ്റുഡിയോയിലും എത്തും. മറ്റുള്ളവരെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, രാഷ്ട്രീയ പ്രേരിതവും പകപോക്കലുമാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി MMSനും കെ ബാബു തന്നെയും പറഞ്ഞിരിക്കുന്നത്. ഈ പിടിച്ചെടുത്ത പണം പിന്നെ ചില സ്ഥലത്തിൻ്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. വിജിലൻസ് നല്ല ധൈര്യത്തിലാണ്. ഈ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന വാദം മതിയോ ഇപ്പോഴുയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ? ഒന്ന്, ഇത് വളരെ അൺഹേസ്റ്റി ആയിട്ടുള്ള ഒരു നടപടിയാണ് വിജിലൻസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലത്തിന് വേണമെങ്കിൽ ബാബു തന്നെ ക്ലിയർ ചെയ്തു. സ്ഥലമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ
മോള് കെട്ടിച്ചുള്ള ബാബു അത് ഈ പലയിടത്തുള്ള വലിയ ബിസിനസ്സുകാരവർ. അദ്ദേഹം 2008 നവംബറിൽ വാങ്ങിച്ച ഭൂമി 60 ഏക്കർ ഭൂമി, അത് 2014 വിൽക്കുകയും ചെയ്തു. അതിനുള്ള കണക്ക് അവർ കൊടുക്കുന്നവരല്ലേ. ബാബുവിൻ്റെ മോളെ എന്നാ അവിടെ കെട്ടിച്ചത്? 2012 സെപ്റ്റംബറിൽ. അപ്പോൾ വിജിലൻസ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ഇത് നോക്കി വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഈ തെറ്റ് പറ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അൺഹേസ്റ്റിയായി രാഷ്ട്രീയമായൊരു ഒരു പുകമറ ഉണ്ടാക്കുക, ബാബുവിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ. പിന്നെ ബാബു ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടു തൊടുപുഴയിൽ അദ്ദേഹത്തിൻ്റെ മൂത്തമോളെ കെട്ടി രവി എന്ന് പറയുന്ന ബിസിനസ്സുകാരനാണ്. 10-50 കൊല്ലമായി ടിമ്പർ ബിസിനസ്സുള്ള ആൾക്കാർ, ആനയുള്ളവരാണ്, ഹോട്ടൽ ബിസിനസ്സുണ്ട്, അവരുടെ പണം ഉണ്ടാവില്ലേ. പിന്നെ ഒന്ന് ഈ മോഹൻ എന്ന് പറയുന്ന ബേക്കറിക്കാരൻ, ബാബു ആകെ ചെയ്തെന്താ? അദ്ദേഹത്തിൻ്റെ ബേക്കറി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഓരോ പണം കിട്ടിയ ബാബുവിന് എന്താ ബന്ധമുള്ളത്? അപ്പോൾ ഇത് വിജിലൻസ് ഏതായാലും ഇപ്പോഴും പുകമറ ഉണ്ടാക്കിയല്ലോ, തെളിവ് കൊടുക്കണ്ടേ? തെളിവ് കൊടുക്കാൻ കഴിയുന്ന മാത്രമല്ല വിജിലൻസ് ഇതിൽ മോശക്കാരാകാൻ പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് മാത്രമല്ല 2 അന്വേഷണം ബാബുവിൻ്റെ പേരിൽ കഴിഞ്ഞ ഹൈക്കോടതി കിടക്കുകയാണത്. ഒരെണ്ണം ബാബുവിന് 24 പേരുടെ തെളിവെടുത്തതിന് ശേഷം ഹൈക്കോടതി അതുകൊണ്ട് അത് കുറ്റത്തിനാക്കി ചലഞ്ച് ചെയ്ത് കേസ് നിൽക്കുന്നു. രണ്ടാമത്തത് നിശാന്തിനി എന്ന് പറയുന്ന SP കൊടുത്ത റിപ്പോർട്ടുണ്ട്. ഈ 2 കാര്യം ഹൈക്കോടതി നിൽക്കുമ്പോഴേക്കും ആരോ കൊണ്ടൊരു വിജിലൻസ് കോടതി കേസ് കൊടുത്തതിന് എന്താ വിജിലൻസ് ചെയ്തത്? അവർ സോമോട്ട് പോയി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരൊറ്റ കാര്യം മതിയല്ലോ, എസ്റ്റേറ്റിൻ്റെ കാര്യം റെക്കോർഡ് മാത്രം മതിയല്ലോ വിജിലൻസിൻ്റെ ഈ എല്ലാം പൊളിയാനായിട്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് ശരിയല്ല എന്നുകൊണ്ട് ബാബു. പിന്നെ അവിടെ ഒരു സംശയമുണ്ട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഒരു സംശയമുണ്ട് അതിനകത്ത്. എന്തെന്നാൽ 2008 നവംബർ 3-ാം തീയതിയാണ് ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത് തേനിയിൽ. ഈ പറയുന്ന മരുമകൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരും ബാബു എന്ന് തന്നെയാണത്രേ, ശ്രീ കെ ബാബു എന്നത് പറഞ്ഞു. 2008 നവംബർ 3-ാം തീയതിയാണ് വാങ്ങിച്ചത്. 2011 വിറ്റു. 2012 സെപ്റ്റംബർ 9-നാണ്. എന്ന് വെച്ചാൽ ഈ വാങ്ങലും വിൽപ്പനയും കഴിഞ്ഞതിന് ശേഷമാണ് ഈ കല്യാണം നടക്കുന്നതെന്നാണ് അദ്ദേഹം നേരത്തെ താങ്കൾ ഈ പറഞ്ഞ വാദം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഈ ഭൂമിയുടെ രേഖകൾ MA ബാബു എന്നയാൾ വാങ്ങിയ സ്ഥലത്തിൻ്റെ രേഖകൾ PA ബേബി എന്ന മറ്റൊരാളുടെ പേരിൽ വാങ്ങിയ സ്ഥലത്തിൻ്റെ രേഖകൾ ഇന്ന് വിജിലൻസ് പിടിച്ചെടുത്തതിലുണ്ട്. എന്ന് വെച്ചാൽ ബാബുവും താങ്കളും ഉന്നയിക്കുന്ന വാദം ശരിയായിരിക്കാം. ഒരു സ്ഥലം തേനിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടാകാം കല്യാണത്തിന് മുമ്പ്. പക്ഷേ ഇപ്പോഴും കൈവശമുള്ള 120 ഏക്കർ സ്ഥലത്തിൻ്റെ രേഖകൾ അവിടെ നിന്നും കെ ബാബുവിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാദം പൊളിഞ്ഞു പോവുകയല്ലേ അവിടെ? ആര് പറഞ്ഞു പിടിച്ചെടുത്ത്? നിങ്ങളെ കാണിച്ചോ? നിങ്ങളെ ആ രേഖ പോലീസ് കാണിച്ചിട്ടുണ്ടോ? പോലീസ് ആ രേഖ പോലീസ് കാണിച്ചിട്ടുണ്ടോ? നമ്മളൊരു പൊതുപ്രവർത്തനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ആലോചിക്കേണ്ടത്, സുപ്രീം കോടതി വിധിയുണ്ട്, 7-അംഗ ബെഞ്ചിന് വിധിയുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരായും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായി ഇതുപോലെ കാര്യങ്ങൾ പുറത്തുവിട്ട് ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആവണം. പക്ഷേ ഒരാളുടെ ഇമേജ് മുഴുവൻ പോവുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നാളെ തെറ്റാൻ തെളിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ വെറുതെ ആവില്ലേ? ഞാൻ പറയുന്നത്, ഒരാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. ഇത് ഒരു പുകമറ ഉണ്ടാക്കിയിട്ട് ഒരു രാഷ്ട്രീയമായ ഉദ്ദേശം തീർക്കുക, അതൊരിക്കലും ശരിയല്ല. അത് ഒരു ഗവൺമെൻറ്റിനും ഭൂഷണമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ രേഖകളുണ്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. ബാബു തെറ്റാണെന്ന് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യില്ല, ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും, തന്നെ സംശയക്കാര്യത്തിലില്ല. പക്ഷേ രേഖകളൊന്നും കയ്യിലില്ലാതെ എന്തെങ്കിലും കാണിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു ബേക്കറിക്കാരൻ ബാബു എന്താ തെറ്റ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ബേക്കറി ഉദ്ഘാടനം ചെയ്തു, അല്ലേ ഇതുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിലല്ലേ ദോഹ ബാങ്കിൻ്റെ ഇവിടെ എറണാകുളത്തെ ശാഖ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നാളെ ഒരാൾ കത്തെഴുതിയേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ശരിയാവുമോ? അപ്പം ഞാൻ പറയുന്നത്, ഇതിലൊക്കെ സത്യത്തിൻ്റെ അംശമുണ്ടെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത വിജിലൻസിനുണ്ട്. അതിന് പകരം ഒരു FIR കൊടുക്കുക, പിറ്റേ ദിവസം കാലത്ത് 7 മണിക്ക് എല്ലായിടത്തും കയറി റെയ്ഡ് ചെയ്യുക, ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അതായത് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അതായത് ഇതിന് രേഖകളുണ്ടോ, വിജിലൻസ് ആ രേഖകൾ കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ സാങ്കത്യമുള്ളതാണ്. വിജിലൻസ് ആരെയും ആ രേഖകൾ കാണിച്ചിട്ടില്ല. ഇതൊക്കെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ അവർക്ക് തന്നെയും ലഭിക്കാൻ സമയമെടുക്കും. ഈ മോഹനൻ, ബാബുറാം എന്നീ 2 ആളുകൾ ബിനാമികളാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയാണ് പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അവരെ എനിക്ക് പരിചയമേ ഇല്ല എന്നാണ്. മോഹനനെ എനിക്ക് പരിചയമേ ഇല്ല, അദ്ദേഹത്തിൻ്റെ ബേക്കറി 1-2 ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് ബാബു പറയുന്നത്. ഈ പറയുന്ന ബാബുറാം എന്ന് പറഞ്ഞ ആളെ അറിയുകയുമില്ല എന്ന് തള്ളിക്കളയുന്നു. ഈ ഭൂമിയുടെ കാര്യം സംബന്ധിച്ച് അദ്ദേഹം കണക്ക് വെച്ചിട്ട് കല്യാണത്തിന് മുമ്പ് ഈ ആളുകൾ വിറ്റ ഭൂമിയാണെന്ന് അദ്ദേഹം പറയുന്നു. തൊടുപുഴയിലെ സ്വതേ തന്നെ സമ്പന്നനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടിലേത് എന്ന് അദ്ദേഹത്തിന് വാദങ്ങളുണ്ട്. ഇത് കെ ബാബു അഴിമതിക്കാരനാണ് എന്ന്
നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് രാഷ്ട്രീയമായി പകപോക്കുന്ന കാര്യങ്ങളാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇവിടെ ഞാൻ ഒരു പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് ഏത് ഡിഫൻസ് ഉന്നയിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. അങ്ങനെ തന്നെയാണ് സാധാരണ സംഭവിക്കുക. ഇവിടെ ആരെങ്കിലും ഞാൻ അഴിമതിക്കാരനാണ്, അഴിമതി കേസിൽപ്പെട്ട ആളുകൾ ഞാനൊരു അഴിമതി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് എന്ന് ആരും പറയാറില്ല. ഇവിടെ ഒരു നിയമപ്രശ്നം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമപ്രശ്നം എന്താ? കെ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തിയ ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിനെതിരെ കൃത്യമായും ബാർക്കോഴകയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ശക്തമായി ഉയർന്നിരുന്നു. അത് ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു ബലത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പോലും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടില്ല. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബലമൊക്കെ ഉണ്ട് അക്കാര്യത്തിൽ. 164 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇയാൾ പണം വാങ്ങിയെന്ന്. അങ്ങനെ 164 സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കുന്ന ഒരാൾ, അഴിമതിയുടെ പ്രശ്നം. 2, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി ഒളിപ്പിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് കണ്ടെത്തുക എന്നത് വളരെ വളരെ ഗഹനമായ അന്വേഷണം വേണ്ട ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ വളരെ വിദഗ്ധനും സത്യസന്ധനുമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ, ഡിഫൻസ് പറയട്ടെ, ബാബുവിന് പറയുന്ന ഡിഫൻസ് പറയട്ടെ. ആ ഡിഫൻസ് ഞാൻ വിശ്വസിച്ചോളുന്നില്ല. ഇനി രേഖ പിടിച്ചെടുത്തു എന്ന് പറയുന്ന രേഖ നാളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ദോഷം വിജിലൻസിനാണ്. രാഷ്ട്രീയ പ്രേരിതമായി ഒരാൾക്ക് നേരെയും ഇങ്ങനെ ഒരാരോപണം, ഒരു കേസ് എടുക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം രാഷ്ട്രീയം നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷേ കെ ബാബു അഴിമതി ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അടക്കം കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ സമ്പത്ത് എവിടെ പോയി? അത് ബാർക്കോഴയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ കെ എം മാണി തന്നെ ഒരു ഘട്ടത്തിൽ രണ്ടാൾക്ക് 2 നീതി എന്ന് പറഞ്ഞു. ബാബുവിനൊരു നീതി, എനിക്കൊരു നീതി എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ബാബു ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് മാണി തന്നെ വേറൊരർത്ഥത്തിൽ പറയുന്ന തരത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ജേക്കബ് തോമസിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ ഒട്ടും സംശയിക്കുന്ന ഒരാളല്ല ഞാൻ, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. 1. രണ്ടാമത്തെ കാര്യം, ഇത് വരട്ടെ, വാദം വരട്ടെ, കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ ബാബു ഇതാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാം. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? വേറൊരു അപകടവും ചെയ്തിട്ടില്ല. തീർച്ചയായും തിരിച്ചു വരാം ശ്രീ CR നീലകണ്ഠൻ താങ്കളിലേക്ക്. ശ്രീ BRM ഷഫീർ, ഇത് സംബന്ധിച്ച് ഉള്ള മറ്റൊരു ബുദ്ധിമുട്ട്, ശ്രീ MMSനും ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. താങ്കളും അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഒക്കെ ശരി തന്നെ. പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPC പ്രസിഡന്റ് VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ഒരക്ഷരം ഇത്ര വലിയൊരു രാഷ്ട്രീയ സംഭവം ഉണ്ടായിട്ടും പറഞ്ഞിട്ടില്ല എന്നത് കൗതുകമുണ്ടാക്കുന്നതല്ലേ? കെ ബാബു സംശയിക്കപ്പെടേണ്ട ആളാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കളുടെ അടക്കമുള്ള ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ? അല്ല, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ സനീഷ് മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ഡിസിഷൻ അഴിമതിയെ സംബന്ധിച്ച്, അഴിമതിയുമായി ബന്ധപ്പെട്ട റെയ്ഡിനെ സംബന്ധിച്ച് പറയുന്നത്, ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ ആ റെയ്ഡ് അവസാനിച്ചതിന് ശേഷം കണ്ടെടുത്ത സാധനങ്ങളിൽ ഈ പറയപ്പെടുന്ന പ്രതിയുടെയും പ്രതിയുമായി ബന്ധപ്പെട്ട സാക്ഷികളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും വിരലടയാളം പതിപ്പിച്ച് സാമ്പിൾ ലേബൽ ഒട്ടിച്ചതിന് ശേഷം അത് കോടതിയിൽ പോയി നമ്പർ ഇട്ടതിന് ശേഷം കോടതിയിൽ 20 ആർട്ടിക്കിൾസിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഇത് പുറത്തുവിടാൻ പാടില്ല. ഇത് സുപ്രീം കോടതിയുടെ ഡിസിഷനാണ്. അത് യഥാർത്ഥത്തിൽ ഇവിടെ ചരിത്രത്തിൻ്റെ ഒരു വലിയ കാവ്യനീതി എന്താണെന്നറിയോ? 4 വിജിലൻസ് കേസിൽ പ്രതിയായിട്ടുള്ള ജേക്കബ് തോമസ്, അദ്ദേഹം വളരെ പരിശുദ്ധൻ ചമഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തെന്താ? റെയ്ഡ് ആരംഭിച്ച ഉടൻ തന്നെ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. ഒന്നാമത്തെ തെറ്റ്. 2, ആദ്യമായി സാധാരണഗതിയിലുള്ളതിനേക്കാൾ ആദ്യമായി വളരെ ആവേശത്തോടു കൂടി പത്രസമ്മേളനം നടത്തി കേരളത്തെ അഭിസംബോധന ചെയ്തു. രണ്ടാമത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് KPC പ്രസിഡന്റും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും പ്രതികരിച്ചില്ല എന്നുള്ളത്, റെയ്ഡിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരട്ടെ. അതിൽ ശ്രീ കെ ബാബുവിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമല്ലേ ഒരു പാർട്ടിക്ക് പ്രതികരിക്കാൻ പറ്റൂ. ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങൾ ആദ്യം ശ്രീ കെ ബാബുവിനെതിരായി ശ്രീ ബിജു രമേശ് കൊടുത്ത കേസിൽ അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എടുത്തപ്പോൾ, പിന്നെ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന കേസിൽ 2012 കേസിലെ എലമെൻസുകൾ ഈ കേസിൽ ബാധകമല്ല എന്ന് ക്വിക്ക് വെരിഫിക്കേഷനിൽ തെളിഞ്ഞതിനാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ജോർജ് വട്ടുകുളം തൃശ്ശൂരിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു. ആ കേസ് FIR എടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ചപ്പോൾ ജസ്റ്റിസ് സുബൈദ് അതിന് സ്റ്റേ ചെയ്തു. അത് നിലവിൽ സ്റ്റിൽ കണ്ടിന്യൂയിങ്, ആ സ്റ്റേജ് തുടരുകയാണ്. ഈ പരാതി ഇന്നിപ്പോൾ റെയ്ഡ് നടത്താനുണ്ടായ പരാതി ആരാ? റിയാസൊക്കെ ഇരിപ്പുണ്ടല്ലോ. ആരാ അതിൻ്റെ പരാതിക്കാരൻ? അതുകൂടി ജനം അറിയണ്ടേ? വിവാദ വ്യവസായി ചാക്ക് രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ശ്രീ VM രാധാകൃഷ്ണനാണ് ഇതിനകത്തുള്ള പരാതിക്കാരൻ.
ആ പരാതിയുടെ ഒന്നാമത്തെ ഖണ്ഡികയിൽ ശ്രീ കെ ബാബുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, സത്യമാ. എന്നാൽ രണ്ടാമത്തെ ഖണ്ഡിക കൂടി സനീഷെ ചർച്ച ചെയ്യപ്പെടണം. എന്താണെന്നറിയോ? കെ ബാബുവിനെ ബാർ അനുവദിക്കുന്നതിനും ബാറിനടുത്തുള്ള ഔട്ട്ലെറ്റുകൾ മാറ്റുന്നതിനും വേണ്ടി ഞങ്ങൾ പണം സ്വരൂപിച്ചു. 1.5 ലക്ഷം രൂപ വെച്ച് ഓരോ ബാർ ഉടമകളും ഞങ്ങൾ കൈമാറി. ആ കൈമാറിയ പണം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അത് ലീഗൽ ഫണ്ട് എന്ന പേരിൽ കൊണ്ടുവന്നിട്ട് അഴിമതിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കൈമാറിയതാണ്. ഞങ്ങൾ ആ പണം സ്വരൂപിച്ച് കൊടുത്തു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വാധീനത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാർ ഉടമകളുടെ കുറ്റസമ്മത മൊഴികളുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് VM രാധാകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ പരാതിയിലുണ്ട്. ആ പരാതി പ്രകാരമാണെങ്കിൽ ശ്രീ കെ ബാബുവിനെതിരെ FIR എടുത്തതുപോലെ അതിന് കോ അക്യൂസായി എന്തുകൊണ്ട് ബാർ മുതലാളിമാർക്കെതിരെ കേസെടുത്തില്ല? തീർച്ചയായും അതൊരു വിഷയമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഷഫീർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, അതൊക്കെയാണ് വാദങ്ങൾ. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പകപോക്കലാണ് ഈ നടക്കുന്നത്. ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലായ്മ ചെയ്യുക, പൊതുജന മധ്യത്തിൽ താറടിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന ആക്ഷേപങ്ങളാണ്. എന്ത് മറുപടി നൽകും? ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ ഉമ്മൻചാണ്ടി നയിച്ച UDF ഗവൺമെൻറ്റിൻ്റെ ഗൗരവമേറിയ അഴിമതികൾ, ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല എന്ന് ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചർച്ച ചെയ്തതാണ്. ജനം ആ മണ്ഡലത്തിലും കേരളത്തിലാകലെയും ഇത് വിധി എഴുതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനം പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ പഴയതിങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് പുതിയ ഗവൺമെൻറ് വികസനവും മറ്റു കാര്യവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ പ്രശ്നത്തിനകത്ത് 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഷഫീർ തന്നെ സൂചിപ്പിച്ചു, കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ മുഴുവൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഷഫീർ ഉൾപ്പെടെയുള്ള പാർട്ടി മുഴുവൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മുഴുവൻ പഠിച്ചാൽ ഷഫീറിനെ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞ പല അഭിപ്രായങ്ങളും മാറും. ഇത് ബാർ മുതലാളിമാരുടെ സംഘടനയും പ്രതികരണവേദിയും, സനീഷിന് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, പ്രതികരണവേദി ഉൾപ്പെടെ കൊടുത്ത പരാതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര് പരാതി കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം, ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ശ്രീ ബാബു ഇതിൻ്റെ ഡിഫൻസ് പോയിന്റായി പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ TV കണ്ടു. ഒന്ന്, ഞാൻ നോമിനേഷൻ പേപ്പറിനകത്ത് എഴുതി കൊടുത്ത സ്വത്ത് വിവരം. അപ്പോൾ ഇത് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ചാനലുകളിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോമിനേഷൻ പേപ്പറിൽ എഴുതിയ സ്വത്ത് വിവരം പരിശോധിച്ചാൽ പോരെ? ഇന്ത്യയിൽ നടന്ന പല അഴിമതികളും പരിശോധിച്ചാൽ, കോടികൾ വെട്ടിപ്പ് നടത്തിയ BJP, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഴിമതി പരിശോധിച്ചാൽ അവർ ജനപ്രതിനിധികളാണ്. അവരൊന്നും നോമിനേഷനിൽ ഇത്ര സ്വത്തുണ്ടെന്ന് മുമ്പ് എഴുതിയിരുന്നില്ല, പിന്നീട് കണ്ടെത്തിയതാണ്. അപ്പോൾ ശ്രീ ബാബു പറയുന്ന ആ പോയിന്റ് തെറ്റാണ്. അല്ല, അത് മാത്രമല്ല ശ്രീ റിയാസ്, അത് മാത്രമല്ല താങ്കൾ നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേൾക്കാത്തതുകൊണ്ടാണ്. അതായത് കെ ബാബു പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ട് ഈ FIR-ൽ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയുണ്ട്. ഒന്ന്, ഈ പറയുന്ന തേനിയിലെ ഭൂമി 2008-ൽ പിന്നീട് മകളുടെ ഭർത്താവായിരുന്ന ആളിന്റെ കുടുംബം 2008-ൽ വാങ്ങുകയും 2011-ൽ വിൽക്കുകയും ചെയ്തതാണ്. 2012-ലാണ് കല്യാണം. അത് ആ ഭൂമി അയാളുടെ പേരും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛന്റെ പേരും ബാബു എന്ന് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ, അത് ഇതിന്റെ കണക്കിൽ എഴുതി ചേർത്തിരിക്കുകയാണെന്നാണ് ബാബു പറയുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഈ പറയുന്ന 2 പേരെ അദ്ദേഹത്തിന് അറിയുക പോലുമില്ല, ഈ ബിനാമി എന്ന് പറയുന്ന ആളുകളുടെ. അവരുടെ വീട്ടിൽ നിന്ന് 6 ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് ഞാൻ എന്ത് പിഴച്ചു എന്ന ചോദ്യം ഉണ്ടാവുകയില്ലേ? ചോദ്യമുണ്ട്. രണ്ടാമത്തെ സനീഷ് പറഞ്ഞു തന്നെയായിരുന്നു ഞാൻ പറയാൻ പോയത്. അപ്പോൾ സനീഷ് ഇടപെട്ടു. ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ് ഞാൻ കേട്ടില്ലെങ്കിലും വേറെ ചില ആളുകളും ശ്രീ ബാബുവും പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അതിൽ പറഞ്ഞ കല്യാണത്തിന് മുമ്പ് ആ ഭൂമി വാങ്ങിയ കഥ പറഞ്ഞു. അതൊരു ഡിഫൻസ് പോയിന്റ് ആണോ? ഞാൻ ചോദിക്കട്ടെ, തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കുടുംബവുമായി മകളുടെ കല്യാണം കഴിച്ച മാത്രമാണോ ശ്രീ ബാബു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബന്ധം ഉണ്ടാവുക? അതിനു മുമ്പ് ബന്ധം ഉണ്ടായിക്കൂടെ? ഇനി ആ ബന്ധത്തിൻ്റെ ഭാഗമായി ടായിക്കൂടെ ഈ കല്യാണം ഉൾപ്പെടെ ഉറപ്പിച്ചത്? അങ്ങനെയൊക്കെ ആകാമല്ലോ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ആ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ കിട്ടിയ വിവരമനുസരിച്ച് അതിലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നം ഇവിടെ സനീഷ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം പകപോക്കൽ ഞങ്ങളുടെ ഒരു നിലപാടല്ല. വിജിലൻസ് സ്വതന്ത്രമായി പോകണം. വിജിലൻസ് സ്വതന്ത്രമായി പോകാത്തതാണ് ഇന്ത്യയിലും കേരളത്തിൽ പണ്ടും ഉണ്ടായിട്ടുള്ള പ്രശ്നം. സ്വതന്ത്ര സ്വഭാവം വിജിലൻസിനുണ്ടെങ്കിൽ അഴിമതി തടയാൻ വേണ്ടി പറ്റും. സനീഷ്, കഴിഞ്ഞ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പരസ്യമായി ഏറ്റുമുട്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. ഇവർ രാഷ്ട്രീയമായി വിജിലൻസിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. നിർഭയം ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല. അവരെ പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ശരിപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, 2006-11 കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സിംഗിൾ മന്ത്രിയുടെ വീട് ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി വിജിലൻസിനെ ഉപയോഗിച്ചിട്ട് പോലും UDF
റെയ്ഡ് നടത്താൻ പോലും സാധിച്ചിട്ടില്ല. അതിലൊരു ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. ആ രീതിയിലായിരുന്നു ആ മന്ത്രിസഭയുടെ പെർഫോമൻസ്. എന്നാൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് പി ജയരാജനെയും ടി വി രാജേഷിനെയും ഒക്കെ ശരിയാക്കാൻ നോക്കി. അപ്പൊ വിജിലൻസ് സംവിധാനത്തെ സ്വതന്ത്രമാക്കിയാൽ ഒരു വലിയ അളവോളം അഴിമതി തടയാൻ വേണ്ടി പറ്റും. ഞാൻ തിരിച്ചു വരാം. ഷഫീർ, നിങ്ങളുടെ മന്ത്രിയായിരുന്ന ഇളമരം കരീമിനെതിരെ ഷഫീർ, ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഈ ബന്ധുത്വം എന്നത് പിന്നീട് ഉണ്ടായതാണ് എന്ന വാദമൊന്നും ഒരുപക്ഷെ നിലനിൽക്കുകയില്ല. ഇനിയിപ്പോൾ താങ്കൾ പറയുന്ന പോലെ രേഖ ആരും കണ്ടിട്ടൊന്നുമില്ല. എങ്കിൽ തന്നെയും ഈ പറയുന്ന ഭൂമിയുടെ രേഖകൾ ഞങ്ങൾ പിടിച്ചെടുത്തവയിലുണ്ട് എന്ന വാർത്ത എങ്ങനെയോ വന്നിട്ടുണ്ടല്ലോ. ഈ പണം ഇത്രയും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഈ ബന്ധുത്വം നേരത്തെ ഉണ്ടായിക്കൂടെ, അല്ലെ ബന്ധുത്വത്തിന് മുമ്പ് ബന്ധങ്ങൾ ഉണ്ടായിക്കൂടെ എന്നതൊക്കെ ഇപ്പോൾ ബിജു രമേശ് ഒരു മന്ത്രിയുടെ വീട്ടിലാണല്ലോ, അവർ തമ്മിലുള്ള ബന്ധുത്വം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം നേരത്തെ തന്നെ പൊതുരംഗത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ടാവുക എന്നതൊക്കെ ഉണ്ടാകാം. അതൊക്കെ പിന്നീട് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഒടുവിൽ ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇക്കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുകയില്ല എന്ന് താങ്കൾക്ക് അത്രമേൽ ഉറപ്പാണോ? ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഒരാൾ, ഇത്രകാലം MLA മാത്രമായിരുന്ന, പൊതുപ്രവർത്തനം മാത്രം നടത്തിയ, മറ്റു വരവുകളൊന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ ഇത്രക്ക് പണമുണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന പൊതുജനങ്ങൾക്ക് ശരിയാണല്ലോ എന്ന് തോന്നുന്ന വാദം ഇവരുടെ കുറ്റപത്ര FIR-ലുണ്ട്. ആദ്യം പറഞ്ഞോട്ടെ, ശ്രീ ഉമ്മൻചാണ്ടി ബാബുവിനെതിരായിട്ടുള്ള നടപടികളിൽ എതിർപ്പ് പറഞ്ഞ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ഇപ്പം നിങ്ങളുടെ തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചാനലിൽ തന്നെ സ്ക്രോളിംഗ് വരുന്നുണ്ട്. രാഷ്ട്രീയ പകപോക്കലാണ് ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹം അങ്ങ് കൂടെ ഒന്ന് സനീഷ് മനസ്സിലാക്കുക. അപ്പോൾ ഉമ്മൻചാണ്ടി പ്രതികരിച്ച് കഴിഞ്ഞു, KPC പ്രസിഡൻറ്റും ഒക്കെ പ്രതികരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ എന്താണ് പരാതി വന്നിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ബാബുവിൻ്റെ ബിസിനസ്സുകാരായ ബന്ധുക്കാരൻ്റെ വീട്ടിൽ നിന്ന് പണം പിടിച്ചു. ആ പണം കൈവെക്കുമ്പോഴേക്ക് അവർക്ക് രേഖയുണ്ടാവും. അദ്ദേഹം കാറ് വാങ്ങി, അവർ ബിസിനസ്സുകാരാണ്, എത്ര കൊല്ലമായിട്ട് ബിസിനസ് നടത്തുന്നവരാണ്. എന്ന് മാത്രമല്ല, ഈ ബാബു എന്ന് പറയുന്ന K ബാബുവിൻ്റെ ബന്ധുക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പഴയ മന്ത്രി TK രാമകൃഷ്ണൻ്റെ പെങ്ങളുടെ മോളാണ്. എറണാകുളത്തെ എല്ലാവർക്കും വലിയ ബിസിനസ്സുകാരാണ് അദ്ദേഹം. TK രാമകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ CPM നേതാവിൻ്റെ പെങ്ങളുടെ മകളാണ് ഈ ബാബു കെട്ടിരിക്കുന്നത്. ആ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് മുൻ മന്ത്രി ബാബുവിനെ അവൻ്റെ മോളെ കെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുകമറ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഞാൻ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ നയമാണെന്നാണ്. ഇതാണോ നയം സർക്കാരിൻ്റെ? ഞാൻ പറയുന്നത് എന്തെങ്കിലും രേഖ. ഇപ്പം നേരത്തെ ശ്രീ ഷബീറുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഒരു ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട മര്യാദ പാലിക്കേണ്ടത്. കാലത്ത് 7 മണിക്ക് റെയ്ഡ് തുടങ്ങുക, 7:30 മണിക്ക് എല്ലാവരും വിളിച്ച് പറയുക. രേഖ പുറത്ത് വിടുമ്പോൾ ഇപ്പം തന്നെ എന്താ കാണിക്കുന്നത്? 8 ലക്ഷം രൂപ പിടിച്ചെന്നാണ്. 6 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാരായ അവരുടെ ബിസിനസ്സുകാരുടെ പൈസ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു ബേക്കറിക്കാരൻ, അദ്ദേഹത്തിന് ബേക്കറിയുള്ള ആളെ പണം ട്രാൻസാക്ഷൻ ഉണ്ടാവും, അതിൻ്റെ കണക്ക് അവർ കൊടുക്കും. അപ്പോൾ ഇത് ചുമ്മാ പിടിച്ച് TV-യിൽ ഒക്കെ വന്ന്, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്ന് പിന്നെ ബാബു ദരിദ്രനല്ല. ബാബുവിന് അങ്കമാലി ടൗണിൽ വീടും പ്രോപ്പർട്ടിയൊക്കെ ഉള്ള ആളാണ്. ഇന്ന് കോടികളുടെ വിലയുണ്ട് അതിന്. അതൊന്നും ശരിയല്ല പറയുന്നത്. പൊതുപ്രവർത്തകരെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. എല്ലാ പൊതുപ്രവർത്തകർക്കും അവർക്ക് അവരുടേതായ രീതികളല്ലേ. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വാർത്തകളുടെ അടുത്ത് സ്ക്രോൾ ചെയ്ത് 8 ലക്ഷം പിടിച്ചു 10 ലക്ഷം പിടിച്ച് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ തെറ്റാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർ കേസിന് പോകില്ലേ ഡയറക്ടർക്കെതിരായിട്ട്? എന്താ വെറുതെ ഇരിക്കും അവർ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അന്വേഷിക്കണം, തെറ്റുണ്ട് പിടിക്കണം. പക്ഷേ തെളിവ് കാണിച്ച് കോടതിയിൽ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പായി ഇതുപോലെ വാർത്തകൾ പുറത്തുവിട്ട് ഒരു 10-40 കൊല്ലക്കാലം രാഷ്ട്രീയ നടത്തിയ MLA ആയിരുന്ന മന്ത്രി എന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. അത് ഗവൺമെൻറ് ഭൂഷണമല്ല, എന്നും ഭരിക്കില്ലല്ലോ. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇതിപ്പോൾ ശ്രീ CR നീലകണ്ഠൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാധ്യമങ്ങൾ ആരെങ്കിലും എടുത്ത് ദരിദ്ര സാഹചര്യങ്ങളിൽ നിന്ന് വന്നയാൾ വലിയ സമ്പന്നനായി മാറി പൊതുപ്രവർത്തനത്തിലൂടെ എന്ന് പറയുന്നതല്ല. ഈ നമ്മൾക്ക് പൊതുവിലെല്ലാവരും സത്യസന്ധൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ജേക്കബ് തോമസ്, അദ്ദേഹത്തിൻ്റെ വിജിലൻസ് ശ്രീ K ബാബു, ഹു ഹെയിൽസ് ഫ്രം എ പുവർ ഫാമിലി, വാസ് എ ഫോമർ MLA ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് രേഖാമൂലം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനകത്ത് FIR-നകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ ഷഫീറും ഉമ്മൻചാണ്ടിയും K ബാബു തന്നെയും പറയുന്നത് പോലെ രാഷ്ട്രീയ പകപോക്കലാണെങ്കിൽ ഈ പറയുന്ന കാര്യം ഇങ്ങനെ എഴുതി വെക്കുന്നത് അനീതി തന്നെയല്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്വാഭാവികമായി പുറത്തു വരേണ്ടതാണ്. പക്ഷേ നോക്കൂ, ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നൊരു ആൾ പൊതുപ്രവർത്തനത്തിലൂടെ നമ്മുടെ നാട്ടിലെ നാടിന് തന്നെ സ്വാഭാവികമായൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. അതുവഴി
അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, അതുവഴി ഉണ്ടാക്കിയ ആണെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ശരിയാവുകയില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? അല്ല, ഇവിടെ ഒരു കാര്യം, ഈ ഒരാൾ സ്വാഭാവികമായി ന്യായമായി നികുതി കൊടുത്ത് സ്വത്ത് സമ്പാദിക്കുന്നതിനെ എതിർക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് ബാബു അല്ല, ഞാനായാലും ആരാണെങ്കിലും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ബാബുവിൻ്റെ സ്വത്ത് നികുതി കൊടുത്ത സ്വത്താണ്, അതിന് ഇത് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, അതൊക്കെ പരിശോധിക്കാം. ക്യാഷ് കയ്യിൽ വയ്ക്കുന്നതിന് എല്ലാവർക്കും പരിമിതിയുണ്ട്. ഒരാൾ എത്ര ക്യാഷ് കയ്യിൽ വയ്ക്കാം, എങ്ങനെ വന്നു, പരിശോധിക്കാം. ഇപ്പോൾ മോഹനൻ്റെ ഇന്ന് കിട്ടിയ ക്യാഷ് ബാബുവിൻ്റെ ക്യാഷാണോ, ഇതൊക്കെ അന്വേഷണം വരുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരത്തെ ഷഫീർ പറഞ്ഞു, ജേക്കബ് തോമസ് 4 വിജിലൻസ് കേസിൽ പ്രതിയാണ്. എനിക്ക് വളരെ തമാശയാണ് തോന്നുന്നത് അത് കേട്ടിട്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യം. ജേക്കബ് തോമസ് തന്നെ ചോദിച്ചു, എനിക്ക് ഈ മുഖ്യമന്ത്രി എനിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ വിമർശനത്തിന്, മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ടത്തിന് കേസിന് പോകാൻ എനിക്കൊരവസരം തരൂ എന്ന് പബ്ലിക്കായി പറഞ്ഞു. കൊടുത്തില്ല. ഇപ്പോൾ 24 മണിക്കൂറിനകത്ത് കൊടുക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. 24 മണിക്കൂറും കഴിഞ്ഞ് 24 ദിവസവും കഴിഞ്ഞു. മാസം അത്ര കഴിയാൻ സമയം ഉണ്ടായില്ല. അതിന് മുമ്പ് മന്ത്രിസഭ പോയി. എന്താ കൊടുക്കാതിരുന്നത്? അദ്ദേഹം ചോദിച്ചല്ലോ, വാദിയായിട്ടാണെങ്കിലും പ്രതിയായിട്ടാണെങ്കിലും എനിക്കൊന്ന് കോടതിയിൽ പോകാമല്ലോ, ഒന്നുമില്ല എന്നെ പ്രതിയാക്കിയ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ വാദിയാക്കുക. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ ഇവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. അതിനെന്താ കാര്യമെന്നൊക്കെ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ജേക്കബ് തോമസിൻ്റെ വിഷയം ഒരുപാട് ചർച്ച ചെയ്തതാണ്. ബാബുവിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ ആദ്യം പറഞ്ഞത് അത് ഉറച്ചു നിൽക്കുന്നു. ഈ രാജ്യത്ത് അവർക്ക് MLA ആയിട്ടോ MP ആയിട്ടോ മറ്റ് ബന്ധങ്ങൾ വഴിയോ ഉണ്ടാക്കിയ ന്യായമായ സമ്പത്തുകളാണെങ്കിൽ അത് കാണിക്കാൻ ഒരുപാട് കൃത്യമായ വഴികളുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് പൊതുജനം സംശയിക്കുന്നു. രണ്ടാമത്തെ വിഷയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഷഫീർ ഒരു കാര്യം ചോദിച്ചു, എന്തുകൊണ്ട് കേസെടുത്തില്ല? വളരെ ലളിതമായൊരു ചോദ്യം. ഈ രാജ്യത്ത് ബാർക്കോഴ കേസിൽ ഇത്രയും പറഞ്ഞ ബിജു രമേശിനെതിരെ എപ്പോഴാണ് കേസെടുക്കാൻ തീരുമാനിച്ചത്? എപ്പോഴാണ് കേസെടുത്തത്? ബാർ കാശ് കൊടുത്തു എന്ന് പറഞ്ഞു, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എടുത്തില്ലല്ലോ. എടുക്കാതിരുന്നതിന് കാരണമുണ്ട്. കേസെടുത്താൽ ബിജു രമേശിന് കോടതിയിൽ അത് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണനെതിരെ എടുക്കേണ്ടി വരും. വ്യവസായി രാധാകൃഷ്ണനെ പറ്റി നല്ല അഭിപ്രായമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്, അത് വേറെ വിഷയം, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ വ്യവസായി രാധാകൃഷ്ണൻ പറഞ്ഞെന്നുള്ളതുകൊണ്ട് ഒരു ആരോപണം തെറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും വ്യവസായി രാധാകൃഷ്ണൻ കൂടെ, DM രാധാകൃഷ്ണൻ കൂടെ ഇപ്പോൾ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരാനായിട്ട് പാലക്കാട് സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ CR നീലകണ്ഠൻ ഒരു കാര്യം കൂടെയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇത് ശരിയാണെന്ന് തന്നെ വെക്കുക, ഇത് ശരിയാണ്. ബാബു ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരുമായിട്ടും സകലമാനമായിട്ടുള്ള കുഴപ്പക്കാരുമായിട്ടും ബന്ധം വെച്ച് അഴിമതിയിലൂടെയും കൊള്ളപ്പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അങ്ങേയറ്റം ചീത്തയായ മനുഷ്യനാണ്, രാഷ്ട്രീയക്കാരനാണ് എന്ന് തന്നെ വെക്കുക. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് ഇങ്ങോട്ട് ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് കുഴഞ്ഞു കിടക്കുന്നയാളാണ് അദ്ദേഹം. ഇപ്പോൾ ഈ വിജിലൻസ് ഒരു റെയ്ഡിനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും നോക്കാതെ, രേഖകൾ ഉണ്ടാക്കാതെ, തൻ്റെ കൈവശം തന്നെ അപകടപ്പെടുന്ന രേഖകൾ മാറ്റിവെക്കാതെ, ഇങ്ങോട്ട് വരുന്ന ആക്ഷേപങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചു വെക്കാതെ ഇരിക്കും ഇത്ര മോശക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് ബാബുവെങ്കിൽ എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? എന്ന് വെച്ചാൽ വിജിലൻസ് തെളിവുണ്ടാക്കാനായിട്ട് FIR ഇട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പരിപൂർണമായിട്ട് രാഷ്ട്രീയക്കാർക്കുള്ള സവിശേഷമായ ചില കഴിവുകൾ ഉപയോഗിച്ച് പരിപൂർണമായിട്ട് രേഖകളും തെളിവുകളും ഉണ്ടാക്കിയിട്ടായിരിക്കില്ലേ അവിടെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ബഹളം കഴിഞ്ഞാൽ അദ്ദേഹം വിശുദ്ധനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയല്ലേ ചെയ്യുക? അല്ല, ഇവിടെ നമ്മൾ കുറ്റാന്വേഷണത്തിൽ പല നീതികളുണ്ട്, പല രീതികളുണ്ട്. ഏത് കുറ്റം ചെയ്താലും ഒരു ലൂപ്പ് ഹോൾ അതിലുണ്ടാവും എന്നൊക്കെ പറയുന്ന ക്രിമിനൽ കേസിൻ്റെ രീതികളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെ അഴിമതി കേസ് കണ്ടുപിടിക്കാൻ പറ്റുക? അഴിമതി കേസ് കണ്ടുപിടിക്കുന്നത് വീട്ടിലിരിക്കുന്ന പണം മാത്രം നോക്കിയിട്ടല്ല, അയാളുടെ മറ്റ് ബന്ധങ്ങൾ, അയാളുടെ സുഹൃത്തുക്കൾ, അയാളുടെ ഇടപാടുകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ബേക്കറിയുമായി ബാബുവിന് യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ബാബുവിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആ ബേക്കറിയുടെ ഒരു കടലാസും കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് വന്നാൽ, നേരത്തെ റിയാസ് ചോദിച്ച ചോദ്യമുണ്ട്, കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് വന്നാലോ, ഇടപാട് ബന്ധമുണ്ടെന്ന് വന്നാലോ? കല്യാണം ഒരു പ്രത്യേക, ഇപ്പോൾ നേരത്തെ സനീഷന് ചോദിച്ച കാര്യമുണ്ട്, ബിജു രമേശും അടൂർ പ്രകാശും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടത് എപ്പോഴാണ്? അവരുടെ കല്യാണം എപ്പോഴേ തീരുമാനിച്ച കാര്യമാണ്. കല്യാണത്തിന് വളരെ മുമ്പല്ലേ ബിജു രമേശ് അടൂർ ഈ ബാബുവിനെതിരെയും മാണിക്കെതിരെയും ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് അഴിമതി അന്വേഷിക്കണമെങ്കിൽ നേരിട്ടൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല എപ്പോഴും ഉണ്ടാവുക. അഴിമതി, ഗൂഢാലോചന മുതലായ ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി വീട്ടിൽ പോയി തെളിവെടുത്തിട്ടല്ല. ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, കണക്കുകളുണ്ടാവും. ചിലപ്പോൾ ഇത് ചോദിക്കുമ്പോഴായിരിക്കും വേറൊരു കാര്യം പുറത്തേക്ക് കിട്ടുക.
അങ്ങനെയാണ് അഴിമതി അന്വേഷിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ CR നിലവേടൻ. ഒപ്പം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ താങ്കൾ അടക്കമുള്ള ആളുകളിലേക്കും ഞാൻ വരാം. ശ്രീ VM രാധാകൃഷ്ണൻ പാലക്കാട് സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തിലേക്കാണ് ഞാൻ ആദ്യം വരിക, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ VM രാധാകൃഷ്ണൻ, കെ ബാബുവിന് കൊടുക്കാൻ വേണ്ടി, കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ബാർ അസോസിയേഷൻ പണം പിരിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നയാളാണ്. അദ്ദേഹം ഇമ്മട്ടിലാണ് ഈ കാണായ പണവും സ്വത്തും മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് ആ കാര്യം കൂടെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനാകുമോ? ശ്രീ സനീഷ് പറഞ്ഞ രൂപത്തിലുള്ള ഒരു പരാതി ഞാൻ വിജിലൻസ് ഡയറക്ടർക്കോ പിന്നെ സൊസൈറ്റി രജിസ്ട്രാർക്കോ നൽകിയിട്ടില്ല. വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള സംഘടന നൽകിയ പരാതിയിൽ സ്പഷ്ടമായി പറയുന്നത് ഒരു കാര്യമാണ്. അതായത് 5 വർഷക്കാലം ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ, ബിയർ ആൻഡ് വൈൻ പാർലർ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ, പിന്നെ ബീവറേജസിലെ മദ്യസംഭരണത്തിൽ, ബീവറേജസ് ഷാപ്പുകൾ പൂട്ടുന്നതിൽ, ഉദ്യോഗസ്ഥരുടെ വിന്യാസത്തിൽ തുടങ്ങി സമസ്ത അബ്കാരിയുമായി ബന്ധപ്പെട്ട സകലവിധ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്കുള്ള ചട്ടഭേദഗതികൾ, നിയമഭേദഗതികൾ, സർക്കുലറുകൾ ഇറക്കൽ, ഈ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിക്ഷിപ്ത താല്പര്യത്തോടെ ആയിരുന്നു. അതിൻ്റെ പുറകിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, ഇടനിലക്കാരായി KBHAയുടെ ഭാരവാഹികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ ഇവരുടെ ഇടനിലക്കാരായ KBHA ഭാരവാഹികളുടെ പങ്കുണ്ടായിരുന്നു. ഇത് മുഴുവൻ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം, 2011 വരെ ലീഗൽ ഫണ്ട് എന്ന രൂപത്തിൽ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ പിരിച്ചിരുന്നത് 500 രൂപ മുതൽ പരമാവധി 5000 രൂപ വരെയായിരുന്നു അംഗങ്ങളിൽ നിന്ന്. അതായത് വിൽപ്പന നികുതി സംബന്ധമായ കേസുകൾ, സർവീസ് ടാക്സ് സംബന്ധമായ കേസുകൾ, ഇത്തരം കേസുകളിൽ പൊതുവായി കോടതിയിൽ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ പിരിച്ചിരുന്നത് 500 മുതൽ 5000 ആയിരുന്നു മാക്സിമം. ആ സ്ഥാനത്ത് 11 ശേഷം പിരിക്കാൻ തുടങ്ങിയത് ലക്ഷക്കണക്കിന് രൂപയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായി ഞാൻ നൽകിയത് കോഴിക്കോട് ജില്ലയിലെ 21 പേരിൽ നിന്ന് 48 ലക്ഷം രൂപ 2 വർഷക്കാലത്ത് ഇടയിൽ പിരിച്ചതിൻ്റെ കണക്കുകളും ഞാൻ ഹാജരാക്കിയിരുന്നു. ഇതിൽ നിന്നെല്ലാം തെളിയുന്ന എന്താണ്, 700 ശിഷ്ടം വരുന്ന ആളുകളിൽ നിന്ന് കോടാനുകോടി രൂപ ഇവർ ബാർ ഹോട്ടൽ പൂട്ടുന്നതിന് മുൻപ് പിരിച്ചു. ബാർ ഹോട്ടൽ പൂട്ടുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു ലീഗൽ ഫണ്ടിൻ്റെ ആവശ്യം വരുന്ന വലിയ തോതിൽ. കാരണം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്തുന്നതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ടായിരുന്നു. ആ ചെലവിലേക്കാണെങ്കിൽ അത് ആവശ്യമായി വരുന്നത് 13-14 ബാർ ഹോട്ടൽ പൂട്ടിയ ശേഷമാണ്. പൂട്ടുന്നതിന് മുൻപ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ ഇവർക്ക് എന്ത് തരം ശക്തി, അതായത് ജ്യോത്സ്യന്മാരാണോ ഇവർ? എന്ത് ദീർഘദൃഷ്ടിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്? 13-14 ബാർ പൂട്ടാൻ പോകുന്നു, അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇപ്പോഴേ പിരിച്ചു വെക്കണം എന്ന് ഇവർക്ക് എങ്ങനെ തോന്നി? 500 മുതൽ 1000-5000 വരെ രൂപ വരെ പിരിച്ചെടുത്ത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളടക്കമുള്ള ആളുകളിൽ നിന്ന് അസോസിയേഷൻ പിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണിത് എന്ന് അന്വേഷിച്ചിട്ടില്ലായിരുന്നോ? ഇത് ആർക്കാണ് കൊടുത്തതെന്ന് താങ്കൾക്ക് അറിഞ്ഞിട്ടും താങ്കൾ പറയാതിരിക്കുന്നതാണോ? ഞങ്ങളോട് ആരോടും ഇത് കൃത്യമായി ആർക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരെല്ലാവരും ഈ പറയപ്പെടുന്ന ഇടനിലക്കാരായ വ്യക്തികൾ ഞങ്ങളുടെ അസോസിയേഷൻ യോഗങ്ങളിൽ ഡിഫാക്ടോ മന്ത്രിയെ പോലെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഞങ്ങൾ തീരുമാനിക്കും, ഇത്ര കൂട്ടും, ഇത്ര കിസ്ത് വർദ്ധിപ്പിക്കും, ഇത്രാം തീയതി ഇന്ന നടപടിയെടുക്കും, ഇന്ന സർക്കുലർ ഇറങ്ങും, ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രൊവിഷണൽ റെഗുലറൈസേഷൻ നടന്ന കാര്യങ്ങൾ ഇന്നതേ ചെയ്യാൻ പറ്റൂ തുടങ്ങി ഏത് കേസുകളിൽ അപ്പീൽ പോവും, ഏത് കേസുകളിൽ അപ്പീൽ പോകില്ല, ഏതെല്ലാം കാര്യങ്ങളിൽ ലൈസൻസ് കിട്ടും, എന്തിൽ കിട്ടില്ല, ആർക്ക് കൊടുക്കും, ആർക്ക് കൊടുക്കില്ല, ഇതെല്ലാം അസന്നിഗ്ധമായി ഞങ്ങളുടെ യോഗങ്ങളിൽ വിളിച്ചു പറഞ്ഞിരുന്ന ഈ നേതാക്കളെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലായിരുന്നു എന്ന് മാത്രമല്ല 780ഓളം ആളുകളിൽ നിന്ന് ബാർ ഉടമകളിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണൻ 780ഓളം ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് അതെങ്ങോട്ടാണ് കൊടുത്തതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് കൊടുത്തത് ഈ പറയുന്ന പൂട്ടുന്നതിന് മുമ്പൊക്കെയാണല്ലോ പിരിച്ചെടുത്തത്. അത് കൊടുത്തത് കെ ബാബുവിന് മാത്രമാകണമെന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ആ സർക്കാരിനകത്ത് മറ്റു മന്ത്രിമാർക്ക് അധികാര സ്ഥാനങ്ങളിലെ ആളുകൾക്കൊക്കെ ആ പണം പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ തന്നെയും കെ ബാബു മാത്രം ബലിയാടാക്കപ്പെടുകയല്ലേ, രാഷ്ട്രീയ പകപോക്കലിന് ഇരയാക്കപ്പെടുകയല്ലേ എന്ന് നാട്ടുകാർക്ക് സംശയിച്ചുകൂടെ?
കഴിഞ്ഞ 6 വർഷക്കാലമായി ഇതിൻ്റെ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിൻ്റെ ചട്ടപ്രകാരം എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ഞങ്ങൾ സൊസൈറ്റി രജിസ്ട്രാറുടെ മുൻപാകെ സമർപ്പിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷക്കാലമായി ഇതിൻ്റെ ഭാരവാഹികൾ അത്തരമൊരു കണക്ക് സമർപ്പിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ പണം മുഴുവൻ ശ്രീ ബാബുവിനാണ് കൊടുത്തത് എന്ന് ആരോപിച്ചിട്ടില്ല. കാരണം മറ്റുള്ളവരെ മുഴുവൻ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ച് ശ്രീ ബാബുവാണെന്ന് ആരോപിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ അബ്കാരി ചരിത്രത്തിൽ ആദ്യമായി ബാർ ഹോട്ടൽ ഉടമകളുടെ ലൈസൻസ് പുതുക്കണമോ വേണ്ടയോ എന്ന കാര്യം ക്യാബിനറ്റിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയി മറ്റ് മന്ത്രിമാർ കൈയിട്ട് വാരുകയോ വാരാൻ അവസരമുണ്ടാകുകയോ അവർക്ക് ഇടപെടാൻ അവസരമുണ്ടാക്കുകയോ ചെയ്തത് ശ്രീ ബാബുവാണ്. ഇന്നേ വരെ ഇല്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ആരോപണത്തിൻ്റെ കുന്തമുന കൂടുതൽ ശ്രീ ബാബുവിലേക്ക് നീണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. കെ ബാബുവിന്റെ ബിനാമി എന്ന് വിജിലൻസ് ആരോപിക്കുന്ന ശ്രീ റോയൽ ബേക്കേഴ്സ് ഉടമ ശ്രീ മോഹനൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ മോഹനൻ, താങ്കൾക്ക് എത്ര കാലമായി കെ ബാബുവിനെ അറിയാം? ഞാൻ 25 വർഷമായി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ് തൃപ്പൂണിത്തുറയില്. അപ്പൊ എനിക്ക് സാർ അന്ന് മുതൽ ഇവിടെ MLA ആണ്, അതുകൊണ്ട് എനിക്ക് കണ്ടുപരിചയമുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ ലാസ്റ്റ് 1-2 കടയുടെ ഉദ്ഘാടനം സാറാണ് ചെയ്തത്. അങ്ങനെ എനിക്കറിയാം. താങ്കളുടെ വീട്ടിൽ നിന്ന് 6 ലക്ഷം രൂപയോ മറ്റോ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ, എന്തിനു വെച്ചതായിരുന്നു അത്? സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ട പൈസയാണ്. ഞാൻ അതിന്റെ സ്ലിപ്പ് അടക്കമാണ് വെച്ചിരുന്നത്. അപ്പൊ അത് ഞാൻ ആ സാറിനെ കാണിച്ചതുമാണ്. പക്ഷെ ആ പൈസ മാത്രം എടുത്തുകൊണ്ട് സ്ലിപ്പ് അവിടെ വെച്ചു. അപ്പൊ ഇത് കൊണ്ടുപോയതില് പിന്നെ തിരിച്ചു വിട്ടല്ലോ എന്ന് ചോദിച്ചു. താങ്കൾക്ക് വലിയ വാഹനങ്ങളുണ്ട്, വലിയ സമ്പന്നമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ്, പക്ഷെ അതിനുള്ള വരുമാനം ഉള്ള തൊഴിൽ താങ്കൾക്കില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന കഥകൾ. അങ്ങനെയാണോ? 25 വർഷമായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ബിസിനസ് അതല്ല ഇത്രയും 10 ഔട്ട്ലെറ്റോളം ഉണ്ട്. അതൊക്കെ ചെയ്യുന്ന ഒരാൾക്കുള്ള സാഹചര്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന കാറ് ഫോർഡ് ഐക്കണാണ്. 6 വർഷം പഴക്കമുള്ള കാറാണ്. അതിനിപ്പോഴത്തെ മാർക്കറ്റ് വില 2 ലക്ഷം രൂപ മാത്രമാണ്. ശ്രീ മോഹനൻ, താങ്കളെ പരിചയമേ ഇല്ല എന്നാണ് കെ ബാബു പറഞ്ഞത്. എനിക്ക് പരിചയമില്ല, അങ്ങനെ പരിചയമില്ല. ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ മണ്ഡലത്തിലെ ഒരു ബേക്കറി അദ്ദേഹം ആണെങ്കിൽ ഉദ്ഘാടനത്തിനും ഈ പറയുന്ന മരണ വീട്ടിലും കല്യാണ വീടുകളിലും ഒക്കെ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറയുന്നത് അവിശ്വസിക്കേണ്ടുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെ വെക്കുക. അപ്പോൾ തന്നെയും എന്തുകൊണ്ടാണ് താങ്കളെ തന്നെ വിജിലൻസ് കെ ബാബുവിൻ്റെ ബിനാമിയാണെന്ന് സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് താങ്കൾ കെ ബാബുവിൻ്റെ ബിനാമി എന്ന് അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നത്? അത് തന്നെയാണ് എന്റെയും പ്രശ്നം. കാരണം ഇങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ആരാണ് ഉണ്ടാക്കിവിടുന്നത്? ഒരു തെളിവില്ലാതെ എങ്ങനെയാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ റെയ്ഡിന് വന്നു 8 മണിക്ക്. ഞാൻ അവരുമായിട്ട് നല്ലോണം സഹകരിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. സാധാരണ ബിസിനസ്സിൽ ഞാൻ കേട്ട് കേൾവിയുള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് റെയ്ഡിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ അറിയായിരുന്നു. ബിസിനസ്സുകാരുടെ വീട്ടിലൊക്കെ റെയ്ഡ് വരുന്ന അറിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാക്സിമം സഹകരിച്ചത്. പിന്നെ ഒരു 12 മണിക്ക് സുഹൃത്ത് വിളിച്ചാണ് പറയുന്നത്, നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പൈസ ഇങ്ങനെ കെ ബാബുവിന്റെ വീട്ടുമായിട്ട് ബന്ധപ്പെടുത്തി കെ ബാബുവിന്റെ ബിനാമിയാണ് താങ്കൾ എന്നുള്ള രീതിയിൽ സംസാരം അല്ല ഇങ്ങനെ TV-യിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ അന്തം വിട്ടു. കാരണം അത് എവിടുന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എനിക്കറിയില്ലല്ലോ. നന്ദി ശ്രീ മോഹനൻ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതാണ് കാര്യമെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും കൂട്ടിച്ചേർത്ത് കാര്യങ്ങളെ വെച്ച് സ്ഥാപിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കെ ബാബുവിന് ഒക്കെ പറ്റാവുന്ന നില ഇപ്പോഴും ഇക്കാര്യത്തിലുണ്ട്. ജേക്കബ് തോമസിന് തെറ്റിപ്പോയതായിരിക്കുമോ? ഒന്ന് സനീഷ, ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള ടെലിഫോൺ സംഭാഷണം നിങ്ങൾ മീഡിയ വൺ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക. നേരത്തെ ഒരു ചാനലിലും ഇദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അത്രയും പറയുള്ളൂ. അദ്ദേഹത്തോട് വ്യക്തിപരമായി ഇതുമായി ബന്ധപ്പെട്ടൊരു വാഗ്വാദത്തിന് ഞാൻ തയ്യാറല്ല. 2, തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അവിടെ DYFയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M സ്വരാജ് ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി. ആ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ പറയുന്ന വ്യക്തിയുടെ പേര് അവിടെ നിറഞ്ഞു നിന്നിരുന്നു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു പരിചയമില്ലാത്ത, കണ്ട് പരിചയം മാത്രമുള്ള, 1-2 തവണ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം പോയ ഒരു മനുഷ്യനെ തന്നെ ഇങ്ങനെ അവിടുത്തെ ജനങ്ങൾ ശ്രീ ബാബുവുമായി അടുത്ത ബന്ധമാണ്, അദ്ദേഹത്തിൻ്റെ ബിനാമിയാണ് എന്നൊക്കെ ജനങ്ങളാകെ വിശ്വസിക്കുന്നിടത്തേക്ക് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഒന്നും അറിയാത്തൊരു പാവം ശ്രീ ബാബുവുമായി ബന്ധപ്പെട്ട് എങ്ങനെ അവിടെ ജനങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതൊക്കെ വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് എന്ന് മാത്രം എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന കാര്യമാണ്. സനീഷ്, ഒരു കാര്യം കൂടി പറയൂ.
സനീഷ്, ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2 പേര് പങ്കെടുത്തോട്ടെ, അത് കുഴപ്പമില്ല. KPCC ഉള്ള മുഴുവൻ ആളുകളും ഇന്ന് മീഡിയ അത് അവർ ഇരുവരുടെയും കുഴപ്പമല്ല ശ്രീ, അത് അവർ ഇരുവരുടെയും കുഴപ്പമല്ല ശ്രീ റിയാസ്. അത് ഒരുപക്ഷെ അവർക്ക് ഇരുവർക്കും ഇഷ്ടവുമായിരിക്കില്ല. അത് എന്റെ ഭാഗത്തു നിന്ന് കുഴപ്പമാണ്. അതൊരു കുഴപ്പമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അല്ല, അവർ ഇരുവരും ആവശ്യപ്പെട്ട് ഞങ്ങൾ 2 പേരെ വിളിക്കണമെന്ന് പറഞ്ഞതേ അല്ല. ശ്രീ ഡൊമിനിക് പ്രസിഡേഷൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളെയല്ല. അത് അതൊരു വാദം പിൻവലിച്ചേക്കണം. അതെന്റെ കുഴപ്പമാണ്. അല്ല, അവിടെ സനീഷാണ് ഇപ്പോൾ വാദം ഉന്നയിച്ചത്. ഞാൻ അവർ 2 പേരും പങ്കെടുത്തത് മോശമായിരുന്നോ, അവർ വിളിക്കാതെ വന്നൊന്നല്ല ഞാൻ പറഞ്ഞത് സനീഷേ. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, അവർ 2 പേരും പറഞ്ഞതിലൊരു വൈരുദ്ധ്യമാണ്. ഒന്ന്, ശ്രീ ഷഫീർ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ഇത് മുഴുവൻ പഠിച്ചിട്ട് അഭിപ്രായം പറയൂ. നിങ്ങളിപ്പോൾ ചർച്ച പറഞ്ഞാണല്ലോ. എന്നാൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത് ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി പ്രതികരിച്ചു കഴിഞ്ഞു, ഇനി KPCC പ്രസിഡന്റ് ഒക്കെ പ്രതികരിക്കും, ഇതിൽ പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂ. ഈ വൈരുദ്ധ്യം ഞാൻ തുറന്നു കാട്ടി. ഇനിയിപ്പോൾ അവർ 2 അല്ല, KPCC മൊത്തം ഈ ചർച്ച പങ്കെടുത്താൽ എനിക്ക് വിരോധമല്ല. അത് ഒന്ന് ചൂണ്ടിക്കാട്ടി. അതിൽ വൈരുദ്ധ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അതിൽ വൈരുദ്ധ്യമില്ല. നമുക്ക് അങ്ങനെ അവരെ 2 പേരെയും ഞാൻ വിളിച്ചതുകൊണ്ട് അങ്ങനെ പറയരുത് ശ്രീ റിയാസ്. അതിൽ വൈരുദ്ധ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞത് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം അവർ 2 പേരും പ്രതികരിക്കാത്തത്. പക്ഷേ ശ്രീ ഡൊമിനിക് പ്രസിഡേഷൻ എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു, അത് ഉമ്മൻചാണ്ടി പ്രതികരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരും പ്രതികരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നത്രക്ക് ഗൗരവമില്ല. ബാബു നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ എന്തിന് ചാടിക്കയറി പ്രതികരിക്കണം? വിവരങ്ങളൊക്കെ വരട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം. അത് പോട്ടെ, ആ പോയിന്റ് നിൽക്കണം. ശ്രീ BRM ഷഫീർ, അങ്ങനെയാണ് അല്ല സനീഷേ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ ബാബുവിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കും. രാവിലെ നടന്ന ഈ ഇത്ര വലിയ വാർത്താ റിയാസ് കൃത്യമായി പോയിന്റ് വെച്ചിരിക്കുന്നു. ശ്രീ BRM ഷഫീർ എന്ന് വെച്ചാൽ എന്തൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ശ്രീ VM സുധീരൻ ബാബുവിന് സീറ്റ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ശരിയല്ല എന്ന് തോന്നലുള്ളത് കൊണ്ടാണല്ലോ. പിന്നെ ശ്രീ VM രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ കാര്യങ്ങളിൽ രേഖകൾ പൂർണ്ണമായും പുറത്തു വന്നു എന്നത് മാത്രം വെച്ചല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 100,000 വിവരങ്ങളുണ്ട്. അതിൽ VM സുധീരന്റെ ഡിസന്റ് നോട്ടുണ്ട്, അവസാനം വരെ എതിർക്കാൻ ശ്രമിച്ച കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകിൽ VM സുധീരൻ തെറ്റാണ്, അല്ലെങ്കിൽ ബാബു തെറ്റാണ്. രണ്ടും കൂടെ ശരിയാവുകയില്ല. അല്ലെ, അന്ന് ഇലക്ഷന് മുമ്പ് നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ്റെ കാൻഡിഡേറ്റ് ഫിക്സേഷൻ കഴിഞ്ഞ ഉടനെ ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ മുമ്പിൽ വെച്ച് ശ്രീ VM സുധീരൻ, കേരളത്തിലെ പ്രസിഡന്റ്, പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇന്നലെ വരെ ഉണ്ടായ തർക്കങ്ങൾ അതവിടെ നിൽക്കട്ടെ, ഇനി മുതൽ ഞാനതൊരു വിവാദമായി അത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ആ തർക്കങ്ങളെ, പ്രശ്നങ്ങളെ ഈ മാറ്റിനടിയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ കാര്യമാണ്. അല്ല, അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. സീറ്റ് കൊടുക്കാൻ ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. റിയാസേ, അഴിമതിയായി ബന്ധപ്പെട്ട് ഒരു നിമിഷം ഷഫീർ താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ശ്രീ ഡൊമിനിക് പ്രസിഡേഷനാണ് അവസാനിപ്പിക്കണം. അപ്പോ ഈ കേസ് FIR നിലനിൽക്കില്ല എന്ന് ഈ വാദങ്ങൾ കാണുമ്പോൾ സനീഷ് തന്നെ മനസ്സിലായി കാണുമല്ലോ. ഒന്ന്, VM രാധാകൃഷ്ണൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന പെറ്റീഷനിൽ there have no specific allegation against the accused. There have no specific identification against the accused. ആ ഗ്രൗണ്ടിൽ തന്നെ ഈ കേസ് പോകും. ഒന്ന്, ഞാൻ ബാബുവിന് പണം കൊടുത്തു എന്ന് VM രാധാകൃഷ്ണന് കേസില്ല. ഞാൻ ബാബുവിന് പണം കൊടുത്തത് കണ്ടു എന്ന് കേസില്ല. മാത്രമല്ല, പിരിച്ച പണം ബാബുവിനാണ് കിട്ടിയത് എന്നും VM രാധാകൃഷ്ണന് കേസില്ല. അതൊന്ന്. രണ്ട്, മാന്തളിരുംപാറ രവി എന്ന് പറയപ്പെടുന്ന ബാബു സാറിൻ്റെ അടുത്ത ബന്ധു, അദ്ദേഹം കോടീശ്വരനാണെന്നും അദ്ദേഹത്തിൻ്റെ ഭൂമിയെ സംബന്ധിച്ച് കൃത്യമായ എവിഡൻസുകൾ കോടതി മുമ്പ് ഹാജരാക്കുന്നതോടുകൂടി ആ അലിഗേഷൻ മാറുന്നു. മൂന്നാമത്തെ കാര്യം, ഇവിടെ നേരത്തെ ശ്രീ AAPയുടെ നേതാവ് ശ്രീ നീലകണ്ഠൻ സാർ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു വാചകം കൂടെ പറയാം. അവിടെ പറഞ്ഞ ഇവരെന്താ പറഞ്ഞതെന്നറിയോ? ഒന്ന്, ബാറുകളെ ക്ലാസിഫിക്കേഷൻ നിശ്ചയിക്കുന്ന കാര്യത്തിലും ഔട്ട്ലെറ്റുകൾ ഒരു ബാറുകളുടെ അടുത്ത് ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും അതുപോലെ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന കാര്യത്തിലും ബാബു കോഴ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അലിഗേഷൻ. ഞാൻ ഒരു കാര്യം പറയാം, ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിച്ചത് ജനവാസ കേന്ദ്രത്തിൽ നിന്നും NHന്റെ അടുത്ത് നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാ ശ്രീ ബാബുവിന്റെ തീരുമാനമല്ല. രാഷ്ട്രീയമായ പകപോക്കലാണെന്ന് താങ്കളും കോൺഗ്രസ് ആകെ തന്നെയും പറയുന്നു. പിണറായി വിജയൻ പക്ഷേ ഞാൻ അറിഞ്ഞിട്ട് പോലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുകയാണെന്ന് പറയുന്നു. ജേക്കബ് തോമസ് സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്ന വിചാരമുള്ള ആളുകളുണ്ട്. ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ ബാബു സംശുദ്ധി തെളിയിച്ചു വരും എന്ന് തന്നെയാണോ താങ്കളുടെ ഉറപ്പ്? തീർച്ചയായിട്ടും
ഈ ഇപ്പോൾ വിജിലൻസിന് തെറ്റുപറ്റിയിരിക്കുന്നു, ഒരു സംശയം വേണ്ട. ഞാൻ ഡയറക്ടർ ഓഫ് വിജിലൻസിനെ ഒന്നും പറയുന്നില്ല, അത് പറയേണ്ട വേദിയല്ലത്. പക്ഷെ ഒന്നുണ്ട്, ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയ നേതാവിനോട് ചെയ്യേണ്ടത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. പക്ഷേ അദ്ദേഹവും ഒരു കാലത്ത് ഇങ്ങനെ അനുഭവിച്ച ആളാണ് എന്ന് അദ്ദേഹം ധരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെയും ട്രയൽ വേണമെന്നുള്ള കേസ് CBI ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൂടെ അദ്ദേഹം മനസ്സിലായത്. ഇത്രേ പറയുന്നുള്ളൂ. ബാബുവിനെ കുറിച്ച് ഞങ്ങൾ സർക്കാർ മാറുമ്പോൾ അദ്ദേഹവും കൂടെ കാര്യങ്ങൾ ആലോചിച്ചോളണമെന്നാണ്. സർക്കാർ മാറുമ്പോൾ ഇത്തരം നടപടികൾ തിരിച്ചുണ്ടാകണമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ബാബു അദ്ദേഹം നിരവാഹം തെളിയിക്കും, ഒരു സംശയക്കാര്യത്തിൽ. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഞങ്ങളോട് സംസാരിച്ചത്. സംശയക്കാര്യത്തിലില്ല. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ VM രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളിലേക്ക് ഒന്നുകൂടെ പോകണമെന്നുണ്ടായിരുന്നു, സമയക്കുറവുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ BRM ഷഫീർ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ VM രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ എത്തിയതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി MIT മൂസ കാണാം. നമസ്കാരം.